ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ വാരണാസി അഥവാ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശന വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. തലേന്ന് 5:30 ആയപ്പോൾ ഭോപ്പാലിൽ നിന്ന് ട്രെയിൻ കയറിയതാണ്. ഇന്ന് 10:30 ആകുമ്പോഴത്തേനും വാരണാസിയിൽ എത്താൻ പോവുകയാണ്. വാരണാസി റെയിൽവേ സ്റ്റേഷനാണിത്. കാശി വിശ്വനാഥന്റെ പുണ്യഭൂമിയിൽ ആദ്യമായിട്ട് കാലുകുത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആദ്യമായിട്ട് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് ഭാഗ്യമുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ ഹോട്ടലിലേക്കാണ്. കാശി സനാതന ധർമ്മത്തിന്റെ ഹൃദയമായതിനാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് അതിന്റെ ഹൃദയമെടുപ്പാക്കുന്നു. സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം വിശുദ്ധവും പുരാതനവുമായ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇത് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ 9ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. വാരണാസ്യാം തു വിശ്വേശം. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ഇത് ധാർമ്മികമായും ആത്മീയവുമായ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. കാശി വിശ്വനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. അതിമനോഹരമായ വിശ്വനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് വിക്രമാദിത്യ രാജാവാണ്. 1194 കുത്തബുദ്ദീൻ ഐബക്കിന്റെ കൽപ്പനപ്രകാരം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. 1230 ഡൽഹിയിലെ സുൽത്താൻ ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഒരു ഗുജറാത്തി വ്യാപാരി ഇത് വീണ്ടും പുനർനിർമ്മിച്ചു. പിന്നീട് സിക്കന്ദർ ലോധിയുടെ ഭരണകാലത്ത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. മുഗൾ ചക്രവർത്തിയായ മാൻ സിംഗിന്റെ കാലത്ത് വീണ്ടും ക്ഷേത്രം പുനർനിർമ്മിച്ചു. എന്നിരുന്നാലും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് ക്ഷേത്രം അതിന്റെ നിലനിൽപ്പിലുടനീളം ഒന്നിലധികം തവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്ത് ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുമകനായ ഔറംഗസീബിന്റെ കാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രം നശിപ്പിക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. ക്ഷേത്രം തകർത്ത് അതിന്റെ സ്ഥാനത്ത് ഗ്യാൻവ്യാപി മസ്ജിദ് എന്ന പേരിൽ ഒരു മസ്ജിദ് നിർമ്മിച്ചു. ഇപ്പോൾ നിലവിലുള്ള മനോഹരമായ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തികഞ്ഞ ശിവഭക്തിയും ഇൻഡോറിലെ മഹാറാണിയുമായ അഹല്യബായ് ഹോൾക്കറാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം ഇന്ന് ഭക്തിയുടെയും ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇന്ത്യയുടെ വിശുദ്ധ നഗരമായ വാരണാസി അഥവാ ബനാറസ് നഗരത്തിന്റെ അവിഭാജ്യ ഘടകമായി തുടരുകയും ചെയ്യുന്നു. ഹോട്ടലിൽ ചെന്ന് കുളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു സൈക്കിൾ റിക്ഷയിൽ നേരെ ദശാശ്വമേധ ഘാട്ടിലേക്കാണ് പോയത്. ദശാശ്വമേധ ഘാട്ടിന്റെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ അവര് നമ്മളെ കൊണ്ടുപോയി ഇറക്കും. പിന്നെ അങ്ങോട്ടേക്ക് വണ്ടികളൊന്നും പോകില്ല, 2 വീലർ മാത്രമേ പോവുകയുള്ളൂ. ആദ്യമായിട്ട് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് വരികയാണ്. അപ്പോൾ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം വേണം കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം നടത്തുവാൻ. അതുകൊണ്ട് നമ്മൾ നേരെ ദശാശ്വമേധ ഘാട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് പോകാൻ വളരെ എളുപ്പമാണ്. വളരെ അടുത്ത് തന്നെയാണ്. ബാക്കിയുള്ള ഘാട്ടുകളൊക്കെ ഒത്തിരി ദൂരങ്ങളിലാണ്. നമ്മൾ നടന്നു വേണം പോകാനായിട്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് വഴിയോര കാഴ്ചകളാണ്. അങ്ങനെ ഗംഗാനദിയുടെ തീരത്തെത്തി. വളരെ വൃത്തിയും വെടിപ്പുമാണ് ഗംഗാനദിയുടെ തീരത്ത്. വൈകുന്നേരത്തെ ഗംഗാ ആരതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത്. ഹര ഹര ഗംഗേ, ഹര ഹര ഗംഗേ എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ഗംഗാനദിയിൽ സ്നാനം ചെയ്യുകയാണ്. അങ്ങനെ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചു. ഗംഗാനദിയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഗംഗാ ആരതിക്കുള്ള ഒരുക്കങ്ങളാണ്. ഈ വിളക്കുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവര്. ഇതൊക്കെ ദശാശ്വമേധ ഘാട്ടിലേക്ക് വരുമ്പോൾ വഴിക്ക് കാണുന്ന കാഴ്ചകളാണ്. വഴിയൊക്കെ വളരെ വൃത്തിയും വെടിപ്പുമാണ്. ഇത് കുറച്ച് ദൂരെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഗംഗാനദിയുടെ. കുളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറിയൊക്കെ തൊടാനായിട്ട് അവിടെ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തിട്ട് കുറി തൊടാവുന്നതാണ്. അങ്ങനെ ഭഗവാന്റെ കുറിയൊക്കെ തൊട്ട ഒരു സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്നവർ. ക്ഷേത്ര ദർശനത്തിന് വളരെ വലിയ ചെക്കിംഗ് ആണ്. നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
മരുന്നുകൾ, മറ്റു കോസ്മെറ്റിക്സുകൾ എല്ലാം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം വേണം പോകാനായിട്ട്. അവിടെ നിന്ന് നമുക്ക് പ്രസാദ കൗണ്ടർ ഉണ്ട്, അവിടെ നമുക്ക് മൊബൈൽ മറ്റ് സാധനങ്ങളൊക്കെ വെക്കാം. അതിനുശേഷം അതിൻ്റെ ചാവി നമ്മളുടെ കയ്യിൽ തരും, അത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ വല്യമ്മയെ കണ്ടല്ലോ, ഈ വല്യമ്മയുടെ അനുഗ്രഹത്താലാണ് എനിക്ക് കാശി വിശ്വനാഥ ദർശനം നടത്താൻ കഴിഞ്ഞത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവമാണിതെന്നറിയാമോ? ഏകദേശം 35 വർഷങ്ങൾക്ക് മുൻപ് വാരണാസി അഥവാ കാശി ദർശനത്തിന് ശേഷം ഈ വല്യമ്മ കൊണ്ടുവന്നെന്ന പ്രസാദമാണ് എന്നെ ഇന്ന് ഈ കാശി ദർശനത്തിൽ എത്തിച്ചത്. അന്ന് അമ്മ അത് തന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് എന്നാണാവോ കാശി വിശ്വനാഥ ദർശനം നടത്താൻ കഴിയുക എന്ന്. ആ സ്വപ്നമാണ് ഇന്ന് എനിക്ക് സാക്ഷാത്കരിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നേരെ പോയത് ഗംഗാ ആരതി കാണുവാനാണ്. അതും ഒരു വലിയ സ്വപ്നം തന്നെയാണ്. എന്നാണ് നമുക്ക് നേരിട്ട് ഗംഗാ ആരതി കാണാൻ കഴിയുക എന്നുള്ളത്. മനോഹരമായ ഗംഗാ ആരതി ദർശനത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെയൊക്കെയോ തിക്കി അതിൻ്റെ ഇടയിലൂടെ മുന്നിൽ വന്ന് നിന്നു. ദശാശ്വമേധ ഘാട്ടിലുള്ള ഗംഗാക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ആരതിക്ക് ശേഷമാണ് ഗംഗാ നദിയിലെ ആരതി. അപ്പോൾ ആ ക്ഷേത്രത്തിലെ ആരതി തീരാൻ പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഗംഗാ നദിയിലെ ആരതി. ഞങ്ങൾ മുങ്ങിക്കുളിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെയെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അവർ. ഗംഗാ ആരതി നടത്തേണ്ട സ്ഥലങ്ങൾ, അതായത് ഓരോരോ സ്റ്റേജുകളുണ്ട്, അതെല്ലാം അവർ നന്നായി വൃത്തിയാക്കി അവിടെ പൂകൊണ്ട് അലങ്കരിച്ചു വെക്കുകയും വിളക്കുകളെല്ലാം നന്നായി അണിയിച്ചൊരുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗംഗാദേവി ക്ഷേത്രത്തിലെ ആരതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഗംഗാ നദിയിലെ ആരതിക്ക് തുടക്കമായി. ആദ്യം തന്നെ ചെയ്യുന്നത് ലോബാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് നമ്മളെ കുന്തിരിക്കം പോലത്തെ ഒരു സാധനമാണ്. അതിട്ട് ആദ്യം കത്തിച്ചതിന് ശേഷമാണ് ബാക്കി ആരതികൾ. ഇതാണ് ആ ആരതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ആ അറ്റ്മോസ്ഫിയർ മൊത്തം ഒന്ന് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഗംഗ ആരതിക്ക് ശേഷം ഞാനിവിടെ ദിയ വെക്കുന്നതാണ്. ഇത് ദാമോദര മാസമാണ്. ദാമോദര മാസത്തിൽ ദീപ് ദാനത്തിന് ഒരുപാട് മഹത്വമുണ്ട്. ദാമോദര മാസം അഥവാ കാർത്തിക മാസത്തിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. ദീപ് ദാനവും ഒപ്പം കർപ്പൂര ആരതിയും ഞാനും ചെയ്തു. ഗംഗ ആരതിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചു പോന്നു. അടുത്ത ദിവസം ധൻതെരാസ് ആണ്, അതായത് മാതാ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ ഖജാന എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ രാവിലെ 5 മണിയാകുമ്പോഴത്തേനും ക്ഷേത്രത്തിലെത്തി. ഭയങ്കര തിരക്കാണ്. അവിടെയാണ് പോലീസും പട്ടാളം അങ്ങനെ സകല കാര്യങ്ങളും ഉണ്ട്. ഒരു വിധത്തിൽ ക്ഷേത്ര ദർശനം നടത്തി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തി ഞങ്ങൾ തിരിച്ചു. എന്നതിന് ശേഷം ഞങ്ങൾക്ക് ഘാട്ടുകൾ കാണണമായിരുന്നു. കാരണം ഓരോ ഘാട്ടിലും നമ്മൾക്ക് അങ്ങനെ കയറി ഇറങ്ങി കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ഘാട്ടുകളും
കാണുവാനായിട്ട് സാധിക്കും. ബോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിലുള്ളവർ നമ്മളോട് ഓരോ ഘാട്ടിനെ കുറിച്ചും പറഞ്ഞു തരുമായിരുന്നു. ഏകദേശം 84 ഘാട്ടുകൾ ഉണ്ട്. അതിൽ 2 ശ്മശാന ഘാട്ടാണ്, അതായത് ഹരിശ്ചന്ദ്ര ഘാട്ടും മണികർണിക ഘാട്ടും. ഹരിശ്ചന്ദ്ര രാജാവ് തൻ്റെ എല്ലാ സമ്പത്തും വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്തതിന് ശേഷം ഈ ഹരിശ്ചന്ദ്ര ഘാട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. അതായത് ഇവിടെ ഭൗതിക ശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ജോലിയായിരുന്നു രാജാവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹരിശ്ചന്ദ്ര ഘാട്ട് എന്ന പേര് വന്നത്. ബനാറസ് സാരികൾക്ക് ഒരുപാട് പേരുകേട്ട സ്ഥലമാണ് ബനാറസ്. ഇവിടെ ഒരുപാട് ബനാറസ് സാരികളുടെ ഫാക്ടറികൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രയാഗ്രാജ് ഘാട്ട്, മാൻസിംഗ് ഘാട്ട്, അങ്ങനെ കുറേ ഘാട്ടുകളുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിന് പോകാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ദശാശ്വമേധ ഘാട്ട് വഴി പോകുന്നതാണ്. ദശാശ്വമേധ ഘാട്ട് കവലയിലെത്തിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ദശാശ്വമേധ ഘാട്ടിലേക്കാണ്. അതേസമയം അവിടെ തന്നെ നന്ദിസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. നന്ദിസ്വാമി തൻ്റെ നാഥനായ ശ്രീ പരമേശ്വരനെ നോക്കി നിൽക്കുന്ന ഒരു പ്രതിമയാണ്. നന്ദിസ്വാമി എങ്ങോട്ടാണോ നോക്കി നിൽക്കുന്നത് ആ വഴി നേരെ പോയാൽ ചെന്നെത്തുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. മണികർണിക ശ്മശാന ഘാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. മണികർണിക ശ്മശാന ഘാട്ടിലേക്ക് പ്രവേശിക്കുന്നതോടെ ആ മൃതശരീരത്തിൻ്റെ ചെവിയിൽ മഹാദേവൻ താരകമന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു. ആ താരകമന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ മൃതശരീരത്തിൻ്റെ ചെവി അടഞ്ഞിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് സ്കന്ദപുരാണത്തിലും ശിവമഹാപുരാണത്തിലും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. എല്ലാം മഹാദേവന്റെ ലീലാവിലാസം തന്നെയാണ്. നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മണികർണിക ഘാട്ടിനടുത്തെത്തുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ് മൃതശരീരങ്ങൾ അവിടെയുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അതായത് ഘാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് മണികർണിക ഘാട്ടിൽ ശവസംസ്കാരം നടത്തുന്ന ആ സമുദായത്തിൽപ്പെട്ട അവരുടെ ഹെഡായിട്ടുള്ള ഒരാളുണ്ട്. അയാളെ പറയുന്ന പേരാണ് ഡോമരാജ. അയാളുടെ അണ്ടറിൽ ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മണികർണിക ഘാട്ടിൽ ദഹിപ്പിക്കുന്നതിനായിട്ട് അവർ ശവശരീരം ഏറ്റുവാങ്ങിയതിന് ശേഷം അത് ഗംഗാനദിയിൽ കൊണ്ടുവന്ന് മുക്കിയതിന് ശേഷമാണ് കൊണ്ടുപോയിട്ട് ശവസംസ്കാരം നടത്തുന്നത്. ചില ആളുകൾ മൃതശരീരത്തിൽ നിന്നും സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ഊരിയെടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ആ മൃതശരീരത്തിലുണ്ടാവും. അത് ഇവരെടുക്കുന്നത്. പിന്നെ ഇവരത് ദഹിപ്പിച്ചതിന് ശേഷമുള്ള ആ ഭസ്മം ഉണ്ടല്ലോ, ഭസ്മവും കൂടെ ഇവർ അരിച്ചതിന് ശേഷമാണ് ഗംഗാനദിയിൽ ഒഴുക്കുന്നത്. കാരണം ഞങ്ങൾ ബോട്ടിൽ പോകുമ്പോൾ അവരവിടെ ഇരുന്ന് ഒരു ഇങ്ങനെ ചന്നിയിൽ, അതായത് ഒരു അരിപ്പയിൽ ചാരമെല്ലാം ഇങ്ങനെ അരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അതിലെന്തെങ്കിലും സ്വർണ്ണമോ വെള്ളിയോ എന്തെങ്കിലും അങ്ങനെ ഉണ്ട് എങ്കിൽ വിലപിടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് നദിയിൽ ഒഴുക്കി കളയണ്ടല്ലോ. അതുകൊണ്ടാണ് അവരവിടെ ഇരുന്ന് അരിച്ചതിന് ശേഷം ആ ഭസ്മം ഗംഗാനദിയിൽ ഒഴുക്കി കളയുന്നത്. ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി അവിടെ ഇലക്ട്രിക് അതുകൊണ്ട് അതുപോലെ തന്നെ മരം, അതായത് തടിയും അവിടെയുണ്ട്. ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഫീസ് ഈടാക്കുന്നതാണ്. ഈ സമുദായത്തിൽപ്പെട്ടവർ അവർ ദിനംപ്രതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ ഈ അഗ്നിയിൽ വെച്ചാണ് പാകം ചെയ്തെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അഗ്നി ഏറ്റവും പരിശുദ്ധമാണ്, അതുകൊണ്ട് അവർക്ക് അതിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് അവരുടെ ഉപജീവന മാർഗമാണ്. ഇവിടെ മൃതശരീരം എത്തിക്കഴിഞ്ഞാൽ അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല, പണക്കാരനെന്നോ പാമരനെന്നോ ഉള്ള വ്യത്യാസമില്ല. ആ ജന്മത്തിന് മോക്ഷം കിട്ടുക എന്നുള്ളത് മാത്രമാണ് പരമപ്രധാനമായ കാര്യം. എല്ലാം മഹാദേവന്റെ ലീലാവിലാസം തന്നെയാണ്. കാശി ദർശനത്തിന് ശേഷം ഗംഗാജലം ഗംഗാനദിയിൽ നിന്നും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗംഗാനദിയിൽ ജീവത്യാഗം ചെയ്ത, ജീവൻ പോയ എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം കിട്ടുന്നു. അപ്പോൾ ആ ജലത്തിൽ എന്തെങ്കിലും പ്രാണിയോ കൊതുകോ അങ്ങനെ എന്ത് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് മോക്ഷം കിട്ടുന്നു എന്നാണ്. കൊതുകായാലും മനുഷ്യനായാലും എല്ലാം അത് ജീവൻ ത്യജിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിന് മോക്ഷം കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന വെള്ളത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രാണിയോ കൊതുകോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ പാപം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ജലം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ജലം കൊണ്ടുവന്ന ജലം അതായത് കണ്ണുനീര് പോലെ അത്രയും ശുദ്ധവും പവിത്രവുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലൊരു കീടയും അങ്ങനെ തന്നെ ഒരു പ്രാണി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് ജലം കൊണ്ടുവന്ന് ഞാൻ നിത്യവും പൂജ ചെയ്യാൻ പോകുന്ന ശിവക്ഷേത്രത്തിൽ മഹാദേവന് അഭിഷേകം ചെയ്യുകയാണ് ഉണ്ടായത്. ഹരിശ്ചന്ദ്ര ഘാട്ടിൽ നിന്നും മണികർണിക ഘാട്ടിൽ നിന്നും ഒരിക്കലും ജലം എടുക്കാൻ പാടുള്ളതല്ല. അവിടെയാണ് ഈ മൃതശരീരം ദഹിപ്പിച്ചതിന് ശേഷം എല്ലാം ജലത്തിൽ ഒഴുക്കി കളയുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇവിടെ പാപം എന്ന വാക്കിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല. മുക്തി അഥവാ മോക്ഷം എന്ന വാക്കിന് മാത്രമാണ് പ്രസക്തിയുള്ളത്. സ്വർഗത്തിലെ നദിയായിരുന്ന ഗംഗാനദിയെ ഭഗീരഥനാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്ന കഥ നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ മഹാനദിയെ എതിരേൽക്കുവാൻ ഭൂമിയിൽ മറ്റാർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല. ശ്രീ മഹാദേവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് ശ്രീ മഹാദേവൻ തൻ്റെ ജടയിൽ ഗംഗാനദിയെ സ്വീകരിച്ചത്. ഹരഹര എന്ന് ചേർത്ത് ഒരു ദേവീ ദേവന്മാരെയും മന്ത്രോച്ചാരണത്തിൽ ഇല്ല. എന്നാൽ ഗംഗാദേവിയെ ഹരഹര ഗംഗെ എന്നാണ് മന്ത്രിക്കാറുള്ളത്. അപ്പോൾ തന്നെ അറിയാം ഗംഗാദേവിക്ക് എന്തുമാത്രം പ്രാധാന്യവും മഹത്വവും ഉണ്ട് എന്നുള്ള കാര്യം. ഗംഗാദേവിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയാറുള്ളത്: നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഗംഗാദേവി അതായത് ഗംഗാ മാതാവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒഴുകുന്ന ഒരു നദി മാത്രമാണ് ഗംഗ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജിയാണ് കാശി വിശ്വനാഥ കോറിഡോർ ഉണ്ടാക്കിയത്. ഇതാണ് ആദ്യത്തെ കോറിഡോർ. രണ്ടാമത്തെ കോറിഡോറാണ് മധ്യപ്രദേശിലെ ഉജ്ജയിൻ മഹാകാളേശ്വര കോറിഡോർ. ബോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകളൊക്കെ നേരെ ഘാട്ടിലേക്ക് വന്ന് എന്നതിന് ശേഷം ബോട്ടിൽ യാത്ര ചെയ്ത് ഗംഗാ ഘാട്ടിലോ അഥവാ ലളിതാ ഘാട്ടിലോ ഒക്കെ വന്നതിന് ശേഷം അവിടെ നിന്ന് അവർ മുങ്ങിക്കുളിച്ചതിന് ശേഷമായിരിക്കും കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം നടത്തുന്നത്. അങ്ങനെയാകുമ്പം ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലോട്ട് വരാൻ. ചിലപ്പം എല്ലാവർക്കൊന്നും അത് സാധിച്ചു എന്ന് വരില്ല, പ്രായമായ ആളുകൾക്കൊന്നും അത് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ക്ഷേത്ര ദർശനം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ലളിതാ ഘാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരണം. എന്നതിന് ശേഷം കാശി കാമാക്ഷി ദേവീ ക്ഷേത്രമുണ്ട്. ഇത് ശക്തിസ്ഥലാണ് ദേവിയുടെ. തൊട്ടടുത്ത് തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രവും. പ്രായമായ ആളുകൾക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നീണ്ട നിര കാണുന്നത് ധൻതെരസ് ദിവസത്തിലെ അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തിലെ അമ്മയുടെ ഖജാന, അതായത് അമ്മയുടെ ആ ഒരു വർഷത്തെ ധനശേഖരണം അന്നത്തെ ദിവസമാണ് വിതരണം ചെയ്യുന്നത്. ഇത് മേടിക്കുന്നതിന് വേണ്ടി, ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പണ്ഡിതനും പാമരനും ദരിദ്രനും കുചേലനും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ലൈനിലുണ്ട്. അത്രയും മഹത്വമുള്ളതാണ് അമ്മയുടെ ഈ ധനശേഖരണ വിതരണം. ഈ ധനം നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവി നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് നന്ദിസ്വാമിയുടെ പ്രതിമയാണ്. ഇത് ദശാശ്വമേധ ഘാട്ടിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് ആ 4 കവലയിലാണ് ഈ നന്ദിസ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത്. സാനന്ദമാനന്ദവനേ വസന്തം ആനന്ദകന്ദം ഹത് പാപവൃന്ദം വാരാണസീനാഥമനാഥനാദം ശ്രീ വിശ്വനാഥം ശരണം പ്രപദ്യേ. ശ്രീ വിശ്വനാഥം ശരണം പ്രപദ്യേ. ഇത് കാശി വിശ്വനാഥ മന്ത്രമാണ്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ആനന്ദവനമായ കാശി പ്രദേശത്ത് ആനന്ദത്തോടെ വസിക്കുന്നവനും ആനന്ദത്തിൻ്റെ ഉറവിടവും വേരുമായിരിക്കുന്നവനും പാപസമൂഹത്തെ നശിപ്പിക്കുന്നവനുമായ ശ്രീ മഹാദേവൻ അത്തരം അനാഥകളുടെ പിതാവായ കാശിപതി ശ്രീ വിശ്വനാഥനെ ഞാൻ അഭയം പ്രാപിക്കുന്നു. ജഗത് കല്യാണിയായ ശ്രീ പാർവതി ദേവി കാശി നിവാസികൾക്ക് അന്നപൂർണേശ്വരി ദേവിയാണ്. അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ പറയാം. കാശി ദർശനത്തിന് ആദ്യമായിട്ട് വരുന്നവർക്കും
അഥവാ കാശി ദർശനത്തിന് വരാൻ സാധിക്കാത്തവർക്കും എൻ്റെ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹര ഹര മഹാദേവ്.